യെസ് ഗൈസ്, നമുക്ക് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഇൻവെന്ററിയിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവെന്ററീസിൽ ഒരു ന്യൂ ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ $24 into 4. ഇവിടെ വെച്ച് നമുക്ക് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഐറ്റമാണ് 24 into 4 24 പീസിലുള്ള 4 ഔട്ടർ ആണെങ്കിൽ ഒരു കാർട്ടൂണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടറിലാണ് സെയിൽ ചെയ്യേണ്ടത്. ഓരോ ഔട്ടറാണ് സെയിൽ ചെയ്യുന്നത്. 4 ഔട്ടറാണ് ഇതിലുള്ളത്. അപ്പോൾ 4 ഔട്ടറിൽ ഓരോ ഔട്ടർ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കോമ്പൗണ്ട് യൂണിറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട യൂണിറ്റുകൾ എന്തൊക്കെ യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് നോക്കാം. ഇതിൽ കാർട്ടൂൺ ഓഫ് 10 പീസ് കിലോഗ്രാം ഒക്കെ ഉണ്ട്. നമുക്ക് ഔട്ടർ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഔട്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഔട്ടർ, അതിൻ്റെ സിമ്പിൾ OTR. ഇതാദ്യം സേവ് ചെയ്തു. പിന്നെ അടുത്തൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, കോമ്പൗണ്ട് യൂണിറ്റ്. ഇതാണ് നമുക്ക് അതിൽ കൊടുക്കേണ്ട യൂണിറ്റ്. ഔട്ടറിന്റെ കൺവേർഷൻ കൊടുക്കേണ്ടത് 4. അപ്പോൾ CTL എന്ന് വെച്ചാൽ സിമ്പിൾ കാർട്ടൂൺ ഓഫ് 4 ഔട്ടർ. ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് ഔട്ടർ ആണ് കൊടുക്കുന്നത്. കൺവേർഷൻ കൊടുക്കുന്നത് 4 ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു കാർട്ടൂണിൽ 4 ഔട്ടർ ആണുള്ളത്. അതിൽ ചിലപ്പോൾ 2 ഔട്ടർ ചിലപ്പോൾ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ കാർട്ടൂൺ വിൽക്കേണ്ടി വരും. അങ്ങനെ വിൽക്കേണ്ട സാഹചര്യത്തിലാണ് ഈ കോമ്പൗണ്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം സേവ് ചെയ്തു. കോമ്പൗണ്ട് യൂണിറ്റ് ഉണ്ടായി കഴിഞ്ഞു. ഇതിൽ നമുക്ക് കാർട്ടൂൺ ഓഫ് 4 ഔട്ടർ എന്നുള്ള മെഷർമെന്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഇപ്പോൾ ക്വാണ്ടിറ്റി ഞാൻ ജസ്റ്റ് 10 ഓപ്പണിംഗ് ബാലൻസ് ഇട്ടു. കോസ്റ്റ് ഒരു കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 100 കോസ്റ്റ് ഇട്ടു. കാറ്റഗറി ഒന്നും മാറ്റുന്നില്ല. ഇനി നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്മൂത്ത് ഐറ്റം സെലക്ട് ചെയ്യാം. ഇതിൽ 2 ഔട്ടർ ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ 0-2 ഇത് അടിച്ചു കഴിഞ്ഞാൽ 2 ഔട്ടർ ആണ് വരിക. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ കാർട്ടൂൺ പ്രൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്, 105. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഔട്ടറിന്റെ പ്രൈസ് ആക്കാം. ഇപ്പൊ ഔട്ടറിന്റെ പ്രൈസ് ചെയ്യും. അപ്പൊ 2 ഔട്ടറിന് 26.5 ഓട്ടോമാറ്റിക്കലി കാൽക്കുലേഷൻ വന്നോളും. ഇതേ സെയിം സാധനം തന്നെ ഞാൻ കാർട്ടൂണിലാക്കി കാണിച്ചു തരാം. ഇതിപ്പോ ജസ്റ്റ് 1 അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 അടിച്ചു കഴിഞ്ഞാൽ അത് കാർട്ടൂണിലാണ് വരും. ഈ 0-2 ആണെങ്കിലാണ് അത് ഔട്ടർ ആയിട്ട് വരും. ഇനി സേവ് ആൻഡ് വ്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെയിം ഐറ്റം തന്നെ ഗാലക്സി സ്മൂത്ത് ഇത് കണ്ടോ, 2 ഔട്ടർ ആയിട്ട് വരിക. 26.25 52. സെയിം ഐറ്റം തന്നെ ഒരു കാർട്ടൂൺ ആണ്, 105 ദിർഹംസ് വെച്ചിട്ട്. ഇതിന് റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ഇത് സ്റ്റോക്ക് ഒന്ന് മൈനസ് ആവുന്നതും കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോ നമ്മളിപ്പോ 10 ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാർട്ടൂണും 2 ഔട്ടർ ഇപ്പോൾ വിറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ
അപ്പം റിഫ്രഷ് അടിച്ചു. നമ്മളെ ഗാലക്സി സ്മൂത്ത് ഇത് കണ്ടപ്പോൾ 8 കാർട്ടൂണും 2 ഔട്ടറും ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ ഇതെടുത്ത ഇൻവെൻട്രി സമ്മർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 10 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ഔട്ടറും സെയിൽ ചെയ്ത്. അപ്പം 9 കാർട്ടൂണും 2 ഔട്ടറും ഉണ്ട്. പിന്നെ ഒരു കാർട്ടൂൺ സെയിലായി. അപ്പോൾ 8 കാർട്ടൂൺ 2 ഔട്ടറും ബാലൻസ് ഉണ്ട്. ഓക്കെ.